ഞങ്ങളൊരു സ്പോർട്സ് കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് സ്കോർ ലൈൻ സ്പോർട്സ് എന്നാണ്. അതിന് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ റൈറ്റ്സ് നമുക്കുണ്ട്. നമ്മളിപ്പോൾ ഒരു ISL പോലെ ഒരു കേരള സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞ ഒരു ലീഗ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. 8 ടീമുകളുടെ ലീഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അതൊരു സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയധികം കളിക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വാൻറ്റേജ് വരും. കാരണം ഇപ്പോൾ ഈ വർഷം മോഹൻ ബഗാൻ ഒരു കളിക്കാരനെ എടുത്തത് 4 കോടി രൂപയ്ക്കാണ്. അപ്പോൾ അത് മുൻപ് ക്രിക്കറ്റിൽ മാത്രം കേട്ടിരുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ നമുക്ക് പതുക്കെ ഫുട്ബോളിലേക്കും ഇന്നിപ്പോൾ 4 കോടിയാണെങ്കിൽ അതൊരു 40 കോടിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ട്രാൻസ്ഫർ ഫീ 3 കോടി രൂപ വന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയ മാറ്റങ്ങളുണ്ടാക്കും. അപ്പോൾ സ്പോർട്സ് എക്കോണമി എസ്പെഷ്യലി അതിനെ പല രീതിയിൽ കാണാം. ഒന്ന്, ദർ ആർ ലോട്ട് ഓഫ് സ്പോർട്സ്മെൻ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്തവരും രാജ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്തവരൊക്കെ ചിലപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയില്ലെങ്കിൽ അവരെങ്ങനെ ഒരു ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് പോകും. അപ്പോൾ ഇവരെ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നു. ഞങ്ങൾ ഏകദേശം 1500 കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഏകദേശം 15,000-20,000 രൂപയൊക്കെ വരുമാനം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാത്രമല്ല, നമുക്ക് ലീഗെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 8 സ്റ്റേഡിയമെങ്കിലും ഫുട്ബോൾ സ്റ്റേഡിയം. നമ്മുടെ ഇവിടെ എന്താ വെച്ചാൽ നമ്മളുടെ ഇവിടെ സ്റ്റേഡിയംസ് എല്ലാം മൾട്ടിപർപ്പസാണ്. അപ്പോൾ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഫുട്ബോൾ സ്റ്റേഡിയത്തിലിരിക്കുമ്പോൾ നമുക്ക് ആ കളി ആസ്വദിക്കാൻ പറ്റണം. നമ്മുടെ ഇമ്മീഡിയറ്റ് ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവണമെങ്കിൽ 100 മീറ്റർ ദൂരെയൊന്നും ആകാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു 8 സ്റ്റേഡിയംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഉള്ള അല്ല, അതങ്ങനെ ഞാൻ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഇടുക്കി ഡിസ്ട്രിക്ട് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അതുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കാരണം ഇതിൻ്റെ പുറകെ നടക്കുന്ന കുട്ടികളെ പാരൻസ് ഡിസ്കറേജ് ചെയ്യുന്നതിൽ നിന്ന് മാറ്റി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക, ഫോൺ മാത്രം കുത്തി ഇരിക്കുന്നതിൽ നിന്ന് മാറി കായികമായിട്ടുള്ള പിന്നെ ടീം ഗെയിമാണ് ഫുട്ബോൾ. മെനി സ്പോർട്സ് ടീം ഗെയിമുള്ള കുറേയധികം സ്പോർട്സുകളുണ്ട്. അതിനകത്തൊക്കെ കുട്ടികൾ ഇൻവോൾവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഹെൽത്തി സൊസൈറ്റിനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ പിന്നിലെ ഒരു ചേതോ വികാരം.